10 വയസ്സുള്ളൊരു കുട്ടി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാൽ പറയും ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നു എന്ന് പറയും. 25 വയസ്സിന് മുകളിലുള്ളൊരു വ്യക്തി കുറച്ച് ഫണ്ണി ആയിട്ട് കാര്യങ്ങളെ അവതരിപ്പിച്ചാൽ പറയും അമ്മാവൻ അല്ലെങ്കിൽ അമ്മായി ക്യൂട്ട്നെസ് വാരി വിതറുന്നു എന്ന് പറയും. നീ ഒരു ഡോക്ടറല്ലേ, കുറച്ചും കൂടെ മെച്യൂരിറ്റി കാണിച്ചൂടെ എന്നുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻ ഞാനും പലപ്പോഴും കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ മെച്യൂരിറ്റിയുടെ ഒരു അളവുകോൽ എന്താണ്? മെച്യൂരിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ അത് ശാരീരികമായി മാത്രമുള്ള ഒരു വളർച്ചയല്ല, മാനസികമായും വൈകാരികപരമായും നമ്മുടെ ഒരു സാമ്പത്തികപരമായും ഉണ്ടാവുന്ന നമ്മുടെ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ഉയർച്ചയെയാണ് മെച്യൂരിറ്റി എന്ന് പറയേണ്ടത്. അല്ലാതെ മെച്യൂരിറ്റീനെ ഒരിക്കലും ഒരു വയസ്സുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ കൊണ്ടോ അളക്കേണ്ട ഒന്നല്ല. അപ്പോൾ ലൈഫ് അതിൻ്റെ പരിപൂർണമായ ഹാപ്പിനെസ്സിലൂടെ കൊണ്ടുപോകുന്ന ചില വ്യക്തികൾ അവരുടെ ലൈഫിൽ ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ചിലപ്പോൾ 40-ാം വയസ്സിലും ക്യൂട്ട്നെസ് കാണിച്ചു എന്നിരിക്കും. പക്ഷേ ലൈഫിൽ യാതൊരു വിധത്തിലുള്ള നല്ല വളർച്ചയും ഇല്ലാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ നോക്കി നെഗറ്റീവായിട്ടുള്ള കമൻസ് പറഞ്ഞു എന്നും ഇരിക്കും.